എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഭൂമി പോർട്ടൽ വഴി എന്തെല്ലാം സർവീസുകൾ ലഭ്യമാണ് എന്നുള്ളതാണ് ഈ ഒരു ട്രെയിനിങ് വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ഇതിനായി ഞാൻ ആദ്യം എൻ്റെ ഭൂമി എന്ന് പറഞ്ഞ വെബ് പോർട്ടൽ ഓപ്പൺ ചെയ്യുകയാണ്. ഇതിനായി ഗൂഗിളിലോ മറ്റേതെങ്കിലും സെർച്ച് എഞ്ചിനിലോ എൻ്റെ ഭൂമി എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഓക്കെ, ഫസ്റ്റ് കാണുന്ന എൻ്റെ ഭൂമി, അതായത് സർവേ ഡോട്ട് എൻ്റെ ഭൂമി എന്ന് പറയുന്ന ഈ പോർട്ടലല്ല കയറേണ്ടത്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ എൻ്റെ ഭൂമി .kerala.gov.in എന്ന് പറഞ്ഞ ഒരു പോർട്ടൽ ഉണ്ടായിരിക്കും. ഇതിലാണ് കയറേണ്ടത്. ഇതിലാണ് നമ്മുടെ മുഴുവൻ സർവീസുകളും അവൈലബിൾ ആയിട്ടുള്ളത്. സോ ഞാൻ എൻ്റെ ഭൂമി എന്ന് പറയുന്ന ഈ ഒരു പോർട്ടലിലേക്ക് കയറുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ പോർട്ടൽ വരുന്നത്. പോർട്ടലിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് അവൈലബിൾ ആണ് എന്നുള്ളത് ഇവിടെ താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അത്തരത്തിലുള്ള എല്ലാ ഓപ്ഷനുകളും നമുക്ക് ഇവിടെ തന്നെ കാണുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ആദ്യമായി സർവീസുകൾ ലഭ്യമാണെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ലോഗിൻ ചെയ്യേണ്ടതുണ്ട്. ലോഗിൻ ചെയ്യുന്നതിന് മുന്നേയായി നമ്മളൊരു എൻ്റെ ഭൂമി യൂസർ ആവാൻ വേണ്ടി രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. സോ നമുക്ക് ഇവിടെ വെച്ചിട്ട് തന്നെ രജിസ്റ്റർ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ പേര് വിവരങ്ങൾ എൻ്റർ ചെയ്ത് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ ബട്ടൺ കാണാം. രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. നമ്മുടെ ആ സിസ്റ്റത്തിൽ ചോദിക്കുന്ന മൊബൈൽ നമ്പർ, അതുപോലെ തന്നെ അഡ്രസ്സ്, പേര്, വിവരങ്ങൾ, പാസ്വേഡ് എന്നുള്ള ഡീറ്റെയിൽസുകൾ മുഴുവൻ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു അക്കൗണ്ട് ക്രിയേറ്റ് ആവുന്നതാണ്. ആ അക്കൗണ്ട് ഉപയോഗിച്ചുകൊണ്ട് നമുക്കിവിടെ ലോഗിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ ലോഗിനിലേക്ക് കടക്കുകയാണ്. അതിനുശേഷം എന്തൊക്കെ ഫീച്ചേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ളത് ഞാനിവിടെ കാണിച്ചു തരാം. ഇവിടെ ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. സിറ്റിസൺ ലോഗിൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. സോ ഞാൻ സിറ്റിസൺ ലോഗിൻ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. തുടർന്ന് വരുന്ന വിൻഡോയിൽ എൻ്റെ യൂസറിൻ്റെ ക്രെഡൻഷ്യലാണ് ഞാൻ എൻ്റർ ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. യൂസർ നെയിമായിട്ട് മൊബൈൽ നമ്പർ ചോദിക്കുന്നുണ്ട്. സോ ഞാനിവിടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. ശേഷം ലോഗിൻ കൊടുക്കുന്നു. ലോഗിൻ കൊടുത്തു കഴിഞ്ഞ് നമുക്ക് പാസ്വേഡ് എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ഞാനിവിടെ പാസ്വേഡും കൊടുക്കുന്നു. ഇത്രയും കഴിഞ്ഞാൽ ലോഗിൻ ചെയ്യുക എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ മൊബൈലിലേക്ക് ഒരു OTP വരുന്നതാണ്. ആ OTP കൂടെ നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. OTP എൻ്റർ ചെയ്തതിനു ശേഷം OTP സമർപ്പിക്കുക എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഇത്രയും കഴിഞ്ഞാൽ നമ്മുടെ എൻ്റെ ഭൂമി പോർട്ടലിലേക്ക് നമ്മൾ ലോഗിൻ ചെയ്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ പറയാൻ പോകുന്നത് എൻ്റെ ഭൂമിയിലെ സർവീസുകളാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്കിവിടെ ഡിജിറ്റൽ സർവേ എന്ന് പറയുന്ന ഒരു സർവീസ് കാണാം. മുകളിൽ സർവേ വകുപ്പ് എന്ന് കാണിച്ചിട്ടുണ്ട്. അതായത് സർവേ വകുപ്പിൻ്റെ അണ്ടറിൽ വരുന്ന പ്രോസസ്സാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഡിജിറ്റൽ സർവേ എന്ന് പറയുന്നത് നിലവിൽ ഡിജിറ്റൽ സർവേ റൺ ആയിക്കൊണ്ടിരിക്കുന്ന വില്ലേജുകൾ, അവിടെയുള്ള നമ്മുടെ പേരിൽ വന്നിരിക്കുന്ന സ്ഥലങ്ങളും, അതുപോലെ തന്നെ അതിലെന്തെങ്കിലും കംപ്ലൈൻറ്റുകൾ രജിസ്റ്റർ ചെയ്യാനുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസും കാണാൻ വേണ്ടിയുള്ള ഓപ്ഷനാണ്. ഡിജിറ്റൽ സർവേ റണ്ണിങ് വില്ലേജിൻ്റെ ഡീറ്റെയിൽസ് ആയിരിക്കും നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ പേരിൽ എത്ര പാഴ്സലുകൾ, ഏതൊക്കെ ഡിജിറ്റൽ സർവേ നടക്കുന്ന വില്ലേജുകളുണ്ടോ അത് ഇത്തരത്തിൽ എനിക്ക് കാണിച്ചു തരും. ഓരോന്നോരോന്നായിട്ട് ഭൂവിവരങ്ങൾ കാണുന്നതിനായി ക്ലിക്ക് ചെയ്യുക എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഓരോ പാഴ്സലുകളായിട്ട് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇവിടെ നമുക്ക് പാഴ്സൽ സർവേ ചെയ്തിട്ടുള്ള പാഴ്സലുകളാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്കെച്ച്, അതുപോലെ തന്നെ ഡീറ്റെയിൽസ് കാണിച്ചു തരുന്നതാണ്. മൊബൈൽ നമ്പർ എൻ്റർ ചെയ്തിട്ടുണ്ടായിരിക്കും. ഇവിടെ നമുക്ക് മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ മൊബൈൽ നമ്പർ വെരിഫൈഡ് എന്ന് പറഞ്ഞിട്ടും കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ പാഴ്സലുകൾ നമ്മുടെ ലോഗിനിൽ കാണണമെന്നുണ്ടെങ്കിൽ, ഡിജിറ്റൽ സർവേ നടന്നുകൊണ്ടിരിക്കുന്ന പാഴ്സലുകൾ നമുക്ക് എൻ്റെ ഭൂമി ലോഗിനിൽ കാണണമെന്നുണ്ടെങ്കിലും പരാതി നൽകണമെന്നുണ്ടെങ്കിലും നമുക്ക് ആദ്യം തന്നെ ഈ പാഴ്സലുകൾ സർവേ ചെയ്യുന്ന നേരത്ത് തന്നെ വന്നിരിക്കുന്ന സർവേർ നമ്മുടെ മൊബൈൽ നമ്പർ ചോദിക്കുകയും അത് നമ്മുടെ ലാൻഡ് രജിസ്റ്ററിൽ റെക്കോർഡ് ചെയ്യുകയും അതിൻ്റെ ഒരു OTP വെരിഫിക്കേഷൻ നടത്തുകയും ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇതിന് പൂർണ്ണമായി സഹകരിച്ച് കഴിഞ്ഞാൽ മാത്രമായിരിക്കും നമ്മുടെ പാഴ്സലുകൾ ഇവിടെ ഇതുപോലെ എൻ്റെ ഭൂമി പോർട്ടലിൽ കാണാൻ സാധിക്കണം. നമ്മൾ സർവേർ വരുന്ന നേരത്ത് മൊബൈൽ നമ്പർ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്കിവിടെ കാണാൻ സാധിക്കില്ല. അത് പിന്നീട് ഈ ഒരു ഡാറ്റ മുഴുവൻ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് വില്ലേജ് ഓഫീസിൽ പോയിട്ട് മാറ്റാനുള്ള ഓപ്ഷൻ ആയിരിക്കും ഉണ്ടാവുന്നത്. അപ്പോൾ ഇത്തരത്തിൽ എനിക്ക് എൻ്റെ പാഴ്സലുകൾ, എൻ്റെ സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽസുകൾ, എനിക്ക് ഏതൊക്കെ വില്ലേജുകളുണ്ടോ, അതുപോലെ ഏതൊക്കെ സർവേ നമ്പറിലാണ് സർവേ ചെയ്തിരിക്കുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് മുഴുവൻ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതിൽ തന്നെ എന്തെങ്കിലും പരാതികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ തന്നെ പരാതി അപേക്ഷിക്കാനുള്ള ഓപ്ഷനും ഉണ്ടായിരിക്കും. ഓക്കെ, ഇത് കൂടാതെ നമുക്ക് നമ്മുടെ ഭൂമി തിരയണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഭൂമി തിരയുക എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇവിടെയുണ്ട്. ഇത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഡിജിറ്റൽ സർവേ നടന്നുകൊണ്ടിരിക്കുന്ന ഏത് വില്ലേജുകളുടെയും സർവേ പാഴ്സലുകൾ പ്രത്യേകം സർവേ, അത് ഡിജിറ്റൽ സർവേ പ്രകാരം അല്ലെങ്കിൽ പഴയ സർവേ പ്രകാരം എന്നുള്ള ബട്ടണുകൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് സെർച്ച് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ മോഡലാണ് ജസ്റ്റ് കാണിക്കുന്നത്.
ഇത്തരത്തിൽ നമുക്ക് ഏത് പാഴ്സലുകളും സെർച്ച് ചെയ്യാം. അതിൻ്റെ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പാഴ്സലുകളുടെ ഡീറ്റെയിൽസ് നമുക്ക് ഇതുപോലെ തന്നെ മാസ്ക് ചെയ്ത രീതിയിൽ കാണുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് ഡിജിറ്റൽ സർവേ എന്ന് പറഞ്ഞ ഫീച്ചർ. തിരിച്ച് എൻ്റെ ഭൂമി സേവനങ്ങളിലേക്ക് പോവുകയാണ്. ഇപ്പോൾ ഡിജിറ്റൽ സർവേ എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലായി കാണും. നിലവിലുള്ള ഡിജിറ്റൽ സർവേ നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലത്തെ എൻ്റെ ഡീറ്റെയിൽസ് എനിക്ക് കാണുന്നതിനും അതുമായി ബന്ധപ്പെട്ട ഡിജിറ്റൽ സർവേയിലേക്ക് കംപ്ലൈൻറ്റുകൾ കൊടുക്കുന്നതിനും ആവശ്യമായിട്ടുള്ള ഓപ്ഷനാണ് ഡിജിറ്റൽ സർവേ എന്ന് പറഞ്ഞ് സർവേ വകുപ്പിൻ്റെ അണ്ടറിൽ കാണിച്ചു തരുന്നത്. അടുത്തതാണ് എൻ്റെ ഭൂമി എന്ന് പറയുന്നത് റവന്യൂ വകുപ്പിൻ്റെ അണ്ടറിലാണ് കാണിച്ചു തരുന്നത്. ഡിജിറ്റൽ സർവേ കഴിഞ്ഞതിന് ശേഷം ഒരു പാഴ്സൽ അല്ല എന്നുണ്ടെങ്കിൽ ഡിജിറ്റൽ സർവേ കഴിഞ്ഞതിന് ശേഷം ആ ഒരു വില്ലേജിനെ മുഴുവനായിട്ട് റവന്യൂ ഭരണത്തിന് കൈമാറുന്നതാണ്. ഇത്തരത്തിൽ റവന്യൂ ഭരണത്തിലേക്ക് കൈമാറിയിരിക്കുന്ന എൻ്റെ ഭൂമികൾ എവിടേക്കാണെന്നുള്ളതാണ് ഇവിടെ കാണിച്ചു തരുന്നത്. അതായത് 13 പബ്ലിക്കേഷൻ എന്ന് പറയും. 13 പബ്ലിക്കേഷൻ കഴിഞ്ഞതിന് ശേഷമുള്ള പാഴ്സലുകളായിരിക്കും, അതായത് ലാൻഡുകളായിരിക്കും എനിക്കിവിടെ കാണിച്ചു തരുന്നത്. അപ്പോൾ എനിക്ക് ഇതിൻ്റെ ഉള്ളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 13 പബ്ലിഷ് ചെയ്തതിന് ശേഷം എൻ്റെ ഫൈനൽ റെക്കോർഡ് എന്ന് പറയുന്നത്, ഇതിലുള്ള റെക്കോർഡുകൾ എന്ന് പറയുന്നത് ഡ്രാഫ്റ്റ് റെക്കോർഡുകളാണ്. അത് ഫൈനലൈസ് ചെയ്തിട്ടുണ്ടാവില്ല. ഇവിടെ വരുമ്പോൾ അത് ഫൈനലൈസ് ചെയ്തിരിക്കുന്ന റെക്കോർഡുകളാണ്. അപ്പോൾ അത്തരത്തിലുള്ള റെക്കോർഡുകൾ ഏതൊക്കെയുണ്ട് എന്നുള്ളത് കാണാൻ വേണ്ടിയാണ് റവന്യൂ വകുപ്പിൻ്റെ അണ്ടറിൽ വരുന്ന എൻ്റെ ഭൂമി എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഞാനിത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ പേരിലുള്ള എൻ്റെ തണ്ടപ്പേര് ഏതാണെന്നുള്ളത് കാണിച്ചു തരും. ആ തണ്ടപ്പേരിലുള്ള സർവേ നമ്പറുകൾ, എൻ്റെ പേരിലേക്ക് വന്നിരിക്കുന്ന സർവേ നമ്പറുകൾ കാണിച്ചു തരും. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ ഉണ്ടായിരിക്കും. ആ ഡീറ്റെയിൽസ് നമുക്ക് ഐ ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നോക്കാവുന്നതാണ്. ഏറ്റവും താഴേക്ക് വന്നു കഴിഞ്ഞാൽ ആ ബെൻഡ് പോയിന്റുകളുടെ ഈ ഓരോ പോയിന്റുകളുടെയും കോർഡിനേറ്റ് കൂടെ നമുക്കിവിടെ കാണിച്ചു തരുന്നുണ്ടായിരിക്കും. ഇത് എൻ്റെ പേരിൽ 13 പബ്ലിഷ് ചെയ്തതിന് ശേഷം വരുന്ന പാഴ്സലുകൾ മാത്രമാണ് ഇവിടെ കാണിച്ചു തരുന്നത്. ഡിജിറ്റൽ സർവേ നടക്കുന്നത് തൊട്ട് മുമ്പിലായിരിക്കും കാണിച്ചു തരുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു മെസ്സേജ് ഉണ്ട്. മറ്റു വസ്തു വിവരങ്ങൾ ചേർക്കുന്നതിനായി നിങ്ങളുടെ ആധാർ KYC ചെയ്യാവുന്നതാണ്. വില്ലേജ് ഓഫീസർ അപ്രൂവ് ചെയ്ത ശേഷം വസ്തു വിവരങ്ങൾ ഇവിടെ കാണുവാൻ സാധിക്കുന്നു. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് നമ്മുടെ KYC കൂടെ ചെയ്യേണ്ടതുണ്ട്. ജസ്റ്റ് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ആധാർ ലിങ്ക് ചെയ്യുക എന്ന് പറഞ്ഞ ബട്ടൺ ഉണ്ടായിരിക്കും. ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ ആധാർ കാർഡ് കൂടെ എൻ്റെ ഭൂമി പോർട്ടലിലേക്ക് ലിങ്ക് ചെയ്യാവുന്നതാണ്. താഴേക്ക് വരുന്നു. അടുത്തതായിട്ട് ലാൻഡ് ബാങ്ക്. അപ്പോൾ ഞാൻ ഈ പറയാൻ പോകുന്ന ഓപ്ഷനുകളെല്ലാം ഡിജിറ്റൽ സർവേക്ക് ശേഷമുള്ളതാണ്. ഈ ഒരൊറ്റ ഓപ്ഷൻ മാത്രമാണ് ഡിജിറ്റൽ സർവേക്ക് മുമ്പുള്ള കാര്യങ്ങൾ നോക്കുന്നതിന്, ഡിജിറ്റൽ സർവേ നടന്നുകൊണ്ടിരിക്കുന്ന നേരത്തുള്ള കാര്യങ്ങൾ നോക്കുന്നതിന്. അപ്പോൾ ഇവിടെ റവന്യൂ ബാങ്ക്, ഈ ഒരു എൻ്റെ ഭൂമി എന്ന് പറഞ്ഞ് റവന്യൂ വകുപ്പിൻ്റെ അണ്ടറിൽ വന്നത് എൻ്റെ പേരിലുള്ള പാഴ്സലുകൾ മാത്രമാണ്. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ ലാൻഡ് ബാങ്ക് എന്ന് പറയുന്നത് 13 പബ്ലിഷ് ചെയ്തിട്ടുള്ള എല്ലാ വില്ലേജിൻ്റെയും എല്ലാ പാഴ്സലുകളും നമുക്ക് കാണുവാനുള്ള ഓപ്ഷനാണ്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു, കാണിച്ചു തരാം. ക്ലിക്ക് ചെയ്യുന്നു, ഏത് ജില്ലയാണോ എനിക്ക് വേണ്ടത് ഞാൻ ആ ജില്ല 13 പബ്ലിഷ് ചെയ്തിരിക്കുന്ന ജില്ല, റവന്യൂ ഭരണത്തിലേക്ക് കൈമാറിയിരിക്കുന്ന ജില്ലയുടെ പേര് ഞാനിവിടെ ജില്ലയുടെ പേര് സെലക്ട് ചെയ്തു, താലൂക്ക് സെലക്ട് ചെയ്യുന്നു. താലൂക്ക് സെലക്ട് ചെയ്തു. അതുപോലെ തന്നെ വില്ലേജ് കൂടെ ഞാൻ സെലക്ട് ചെയ്യുന്നു. ഇത്രയും സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഡാറ്റ 13 പബ്ലിഷ് ചെയ്തിട്ടുള്ള വില്ലേജ് ആണെങ്കിൽ ആ ഒരു ഡാറ്റ എനിക്കിവിടെ കാണുവാൻ സാധിക്കുന്നതാണ്. സൂം ചെയ്ത് നോക്കിയതിന് ശേഷം നമുക്ക് ഏത് പാഴ്സലാണോ വേണ്ടതെന്നുണ്ടെങ്കിൽ ആ പാഴ്സൽ ക്ലിക്ക് ചെയ്ത് നോക്കാം. ക്ലിക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ആ പാഴ്സലിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് മാസ്ക് ചെയ്തിട്ട് കാണിച്ചു തരുന്നതാണ്. നമുക്ക് ജസ്റ്റ് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഇത്രയും ഡീറ്റെയിൽസ് കാണിച്ചു തരുന്നു എന്ന് മാത്രമാണ്. ഇനി നമ്മൾ മൊബൈൽ ഫോണിലാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ നിൽക്കുന്ന ലൊക്കേഷൻ ഏതാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണോ നിൽക്കുന്നത്, ഏത് പാഴ്സലിന് മുകളിലാണോ അല്ലെങ്കിൽ ഏത് പാഴ്സലിന് അരികെയാണോ നിൽക്കുന്നത് അവിടെ നമുക്ക് ലൊക്കേഷൻ കാണിച്ചു തരുന്നതാണ്. നമുക്ക് ഏതെങ്കിലും ഒരു പാഴ്സൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഓപ്ഷനാണ് ഈ കാണിച്ചു തന്നിരിക്കുന്ന ലാൻഡ് ബാങ്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ. ഇനി അടുത്തതായി റവന്യൂ ഭരണത്തിലേക്ക് കൈമാറിയിരിക്കുന്ന റെക്കോർഡുകളിൽ എന്തെങ്കിലും പരാതികളുണ്ട് എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള പരാതികൾ റിപ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ്. അതിനിവിടെ LRM പരാതികൾ എന്ന് പറഞ്ഞ ബട്ടൺ നമുക്ക് കാണാം. LRM പരാതികൾ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തുടർന്ന് വരുന്ന വിൻഡോയിൽ പുതിയ പരാതി നൽകുക എന്ന് പറഞ്ഞ ബട്ടൺ കാണുന്നതാണ്. താഴേക്ക് വരുന്ന ഭാഗങ്ങളിൽ നമ്മൾ ആദ്യമായിട്ടാണ് കംപ്ലൈൻറ്റ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒന്നും ഉണ്ടായിരിക്കില്ല ഇവിടെ. പക്ഷേ ഇവിടെ ഞാൻ ഓൾറെഡി കുറച്ച് കംപ്ലൈൻറ്റുകൾ കൊടുത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ള നേരത്തെ കൊടുത്തിരിക്കുന്ന കംപ്ലൈൻറ്റിൻ്റെ ഡീറ്റെയിൽസ് കാണുന്നത്. ആദ്യമായി ചെയ്യുകയാണെങ്കിൽ പുതിയ പരാതി നൽകുക എന്ന് പറഞ്ഞ ബട്ടൺ ഞാൻ ക്ലിക്ക് ചെയ്യുന്നു.
അതിനുശേഷം ഏത് തരം പരാതിയാണ് കൊടുക്കേണ്ടത് എന്നുള്ളത് ഇവിടെ ഡ്രോപ്പ് ഡൗണിൽ നിന്നും സെലക്ട് ചെയ്യുന്നു. സബ് ഡിവിഷൻ ഉണ്ട്, ഏരിയ ഓൾട്ടറേഷൻ ഉണ്ട്, നെയിം ചേഞ്ച് ഉണ്ട്, ലാൻഡ് ടൈപ്പ് ചേഞ്ച് ഉണ്ട്, ബൗണ്ടറി ഫിക്സിംഗ് ഉണ്ട്. ഇത്തരത്തിൽ ഏത് ടൈപ്പാണോ എൻ്റെ കംപ്ലയിൻ്റ് എന്നുള്ളത് ഞാനിവിടെ സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്തതിനു ശേഷം ഏത് ജില്ല, താലൂക്ക്, വില്ലേജ് എന്ന് പറഞ്ഞത് നമ്മളിവിടെ സെലക്ട് ചെയ്യേണ്ടതുണ്ട്. അതിനായി ഞാൻ എൻ്റെ ജില്ല, താലൂക്ക്, വില്ലേജ് എന്നിവ സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്തതിന് ശേഷം താഴെ നമുക്ക് തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞ ബട്ടണിൽ ഒരുപാട് രീതിയിൽ നമുക്ക് പാഴ്സലുകളെ തിരഞ്ഞെടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പഴയ സർവേ വിവരങ്ങൾ നൽകി തിരയുക എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഡിജിറ്റൽ സർവേ കഴിഞ്ഞ വസ്തുക്കൾ തിരയുക എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. എൻ്റെ വസ്തുക്കൾ വെച്ച് എടുക്കാം, മാപ്പ് ഉപയോഗിച്ച് തിരയുക എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. എനിക്ക് വേണമെങ്കിൽ എൻ്റെ വസ്തുക്കൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ പേരിൽ ആ ഒരു എൻ്റെ ഭൂമി എന്ന് പറഞ്ഞ ആദ്യം ഞാൻ കാണിച്ചു തന്ന ഭാഗത്ത് വന്നിരിക്കുന്ന പാഴ്സലുകൾ മുഴുവൻ ഇവിടെ ലിസ്റ്റ് ചെയ്ത് കാണിച്ചു തരും. എനിക്ക് എല്ലാവരും ഉള്ള പാഴ്സൽ സെലക്ട് ചെയ്യാം, അതുമായിട്ട് മുന്നോട്ട് പോകാം. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ മാപ്പ് ഉപയോഗിച്ച് തരിക എന്ന് പറഞ്ഞ ബട്ടൺ ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വില്ലേജിൻ്റെ മാപ്പ് കാണിച്ചു തരും. ആ മാപ്പിൽ നമുക്ക് ഏത് പാഴ്സലിന് അഗെയിൻസ്റ്റ് ആയിട്ടാണോ നമുക്ക് ഒരു സബ് ഡിവിഷൻ കംപ്ലയിൻറ്റ് കൊടുക്കാനുള്ളത്, ആ കംപ്ലയിൻറ്റ് സെലക്ട് ചെയ്തതിന് ആ ഒരു പാഴ്സൽ സെലക്ട് ചെയ്തതിന് ശേഷം താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ പാഴ്സൽ സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട്. ഇത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് പാഴ്സൽ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇതിനുശേഷം പരാതിയുമായി മുന്നോട്ട് പോകുക എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് പോകാവുന്നതാണ്. ഞാനിവിടെ എൻ്റെ പേരിലുള്ള പാഴ്സലുകൾ ഏതെങ്കിലും ഒന്നാണ് സെലക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ വസ്തുക്കൾ സെലക്ട് ചെയ്യുന്നു. അതിൽ എൻ്റെ വസ്തുക്കൾ ഏതാണോ ഞാൻ അതിൽ ജസ്റ്റ് എനിക്ക് എല്ലാവരും കൊടുക്കേണ്ട വസ്തുവിൽ ഞാൻ സെലക്ട് ചെയ്തു. ഇതിനുശേഷം പരാതിയുമായി മുന്നോട്ട് പോവുക എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഞാൻ മുന്നിലേക്ക് പോവുകയാണ്. ഓക്കെ, താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു LT നമ്പർ ജനറേറ്റ് ആയിട്ടുള്ളത് കാണാൻ സാധിക്കും. ഇതാണ് ലാൻഡ് ട്രാൻസാക്ഷൻ ഐഡൻറ്റിഫിക്കേഷൻ നമ്പറാണ്. ഈ നമ്പറിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇനി നമ്മുടെ ട്രാൻസാക്ഷൻ മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ അപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്തു എന്നുള്ളത് വരുന്നുണ്ട്. ഇത് കൂടുതൽ കാണുക എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പരാതി ഇപ്പോൾ ഏത് സ്റ്റേജിലാണ് ഉള്ളതെന്നുള്ളത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കാണിച്ചു തരും. അതിനുശേഷം താഴേക്ക് വരുന്നു. താഴേക്ക് വന്നു കഴിഞ്ഞാൽ എൻ്റെ ഭൂവിവരങ്ങൾ വീണ്ടും കാണണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് കാണാം. ഞാനിവിടെ തുടരുക എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം താഴേക്ക് വന്നു കഴിഞ്ഞാൽ എൻ്റെ അപേക്ഷൻ്റെ പേര്, ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹെക്ടർ എന്ന് പറയുന്ന നമ്മൾ എത്ര ഹെക്ടറാണ് നമുക്ക് കട്ട് ചെയ്ത് വരേണ്ടത് എന്നുള്ളതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഹെക്ടർ എന്ന് പറയുന്ന ഭാഗത്ത് എൻ്റെ സ്ഥലം ഇപ്പോൾ 8 ആറുള്ള സ്ഥലമാണ്. ഞാൻ അതിൽ നിന്നും 4 ആറാണ് സബ് ഡിവിഷൻ ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നത്. അപ്പോൾ ഹെക്ടർ എന്ന് പറയുന്ന ഭാഗത്ത് 0 കൊടുത്തു, ആർ എന്ന് പറയുന്ന ഭാഗത്ത് 4 എന്ന് കൊടുത്തു, സ്ക്വയർ മീറ്റർ എന്ന് പറയുന്ന ഭാഗത്ത് 0 എന്ന് കൊടുത്തു. അതുപോലെ തന്നെ നമുക്ക് കൂടുതൽ എന്തെങ്കിലും വിഷയം ഇവിടെ അവതരിപ്പിക്കണം, എൻ്റെ പരാതിയുമായി ബന്ധപ്പെട്ട് എനിക്ക് കൂടുതലായിട്ട് എൻ്റർ ചെയ്ത് കയറ്റണം എന്നുണ്ടെങ്കിൽ അത് ഈ വിവരങ്ങൾ എന്ന് പറയുന്ന ഭാഗത്ത് നമുക്കിവിടെ എൻ്റർ ചെയ്യാവുന്നതാണ്. അത്തരത്തിൽ എൻ്റർ ചെയ്തതിന് ശേഷം നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ട രേഖകൾ എന്ന് പറയുന്ന ഭാഗങ്ങളിൽ താഴെ നമുക്ക് വേണ്ട രേഖകൾ ഇവിടെ സെലക്ട് ചെയ്തുകൊണ്ട് ഫയൽ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. സേവ് ഡ്രാഫ്റ്റ് കൊടുക്കുന്നു. അതിനുശേഷം സബ്മിറ്റ് ആൻഡ് പ്രൊസീഡ് ടു പേയ്മെൻറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഓക്കെ കൊടുത്ത് മുന്നിലേക്ക് പോകാവുന്നതാണ്. പ്രൊസീഡ് ടു പേയ്മെൻറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ താഴെ തുക അടയ്ക്കുക എന്നുള്ള ബട്ടൺ നമുക്ക് കാണാൻ സാധിക്കും. തുക അടയ്ക്കുക എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യുന്നു. പേയ്മെൻറ്റ് കഴിഞ്ഞാൽ പേയ്മെൻറ്റിൻ്റെ റെസിപ്റ്റ് നമുക്ക് കാണാൻ സാധിക്കും. ഇതോടുകൂടി ഒരു LRM കംപ്ലയിൻറ്റ് റൈസ് ആയിട്ടുള്ളതാണ്. ഇപ്പോൾ ഈ ഒരു കംപ്ലയിൻറ്റ് തഹസിൽദാറിൻ്റെ ലോഗിനിലേക്ക് വന്നിട്ടുണ്ടായിരിക്കും. ഇനി തഹസിൽദാറാണ് ആ കംപ്ലയിൻറ്റിനെ LRM ഹെഡ് സർവേയറിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത്. LRM ഹെഡ് സർവേയർ ആയിരിക്കും വീണ്ടും ഇതിനെ LRM സർവേയറിലേക്ക് കൊടുക്കുന്നത്. അവിടെ വെച്ചിട്ടായിരിക്കും ബാക്കിയുള്ള പ്രൊസീജിയറെല്ലാം ചെയ്യുന്നത്. ഇത്തരത്തിലാണ് ഒരു കംപ്ലയിൻറ്റ് റൈസ് ചെയ്യുന്നത്. ഇനി എൻ്റെ ഭൂമിയിലെ അടുത്ത സർവീസാണ് നികുതി അടയ്ക്കുക. ഇവിടെ നമുക്ക് റവന്യൂ വകുപ്പിൻ്റെ അണ്ടറിലാണെന്നുള്ളത് കാണിച്ചു തരുന്നുണ്ട്. അതുപോലെ തന്നെ നികുതി അടയ്ക്കുക എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. എൻ്റെ പേരിൽ വന്നിരിക്കുന്ന പാഴ്സലുകൾ മുഴുവൻ നമുക്ക് നികുതി അടയ്ക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ എൻ്റെ പേരിലുള്ള പാഴ്സലുകൾ, കുറച്ച് പാഴ്സൽ മീൻസ് എൻ്റെ സ്ഥലങ്ങൾ ഇവിടെ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ അതിലെനിക്ക് നികുതി അടയ്ക്കുക എന്ന് പറഞ്ഞ ബട്ടൺ ഇവിടെ തന്നെ കാണിച്ചു തരും. ജസ്റ്റ് ആ സ്ഥലത്തിന് അഗേൻസ്റ്റ് ആയിട്ട് ഞാനിവിടെ നികുതി അടയ്ക്കാൻ പോവുകയാണ്. ഈ ഒരു തണ്ടപ്പേരിന് അഗേൻസ്റ്റ് ആയിട്ടാണ് നികുതി അടയ്ക്കുന്നത്. നികുതി അടയ്ക്കുക എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ കാണിച്ചു തരുന്നുണ്ട് പേയ്മെൻറ്റ് റിക്വസ്റ്റ് ഈസ് സബ്മിറ്റഡ് ഫോർ അപ്രൂവൽ. പേയ്മെൻറ്റ് ഓപ്ഷൻ വിൽ ബി അവൈലബിൾ ആഫ്റ്റർ ഗെറ്റിംഗ് ദ അപ്രൂവൽ ഫ്രം ദ വില്ലേജ് ഓഫീസ്.
അതായത് ഡിജിറ്റൽ സർവേ കഴിഞ്ഞ് ആദ്യമായിട്ട് ഈ പാഴ്സൽ ഇപ്പോൾ റവന്യൂ ഭരണത്തിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ വില്ലേജ് ഓഫീസിൽ ഈ പാഴ്സലിലേക്ക് അടയ്ക്കാൻ ശ്രമിക്കുന്ന നേരത്ത് ഈ ഒരു പാഴ്സൽ, ഈ ഒരു സ്ഥലത്തെക്കുറിച്ചുള്ള പഴയ ഏതെങ്കിലും പെൻഡിങ് ടാക്സുകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് വില്ലേജ് ഓഫീസർക്കൊന്ന് വെരിഫൈ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ആദ്യമായി ഈ പാഴ്സൽ ഒരു തവണ അവരൊരു വൺ ടൈം വെരിഫിക്കേഷൻ നടത്തും. ആ ഒരു OTV നടത്തുന്നതിന് വേണ്ടിയുള്ളൊരു അപ്രൂവലാണ് ഈ കാണിച്ചു തന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു നമ്മൾ പേയ്മെൻറ്റിലേക്ക് പോകുന്ന ഈ ഒരു റിക്വസ്റ്റ് വരുന്ന നേരത്തെ തന്നെ വില്ലേജ് ഓഫീസർക്ക് അവിടേക്ക് അവരുടെ പേയ്മെൻറ്റ് റിക്വസ്റ്റിലേക്ക് വന്നിട്ടുണ്ടായിരിക്കും. അവരവിടെ നോക്കുന്നു. അതുപോലെ തന്നെ എന്തെങ്കിലും ഡ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മുഴുവൻ അവിടെ ആഡ് ചെയ്യുന്നു. ആഡ് ചെയ്ത് അവിടെ അപ്രൂവ് കൊടുക്കുന്ന നേരത്ത് നമുക്കിവിടെ പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷൻ വരുന്നതാണ്. അപ്പോൾ വില്ലേജ് ഓഫീസറുടെ വൺ ടൈം വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ടുണ്ട്. വീണ്ടും അതേ ഒരു ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്ത് കണ്ട് കയറുന്ന നേരത്ത് നമുക്കിവിടെ OTV കഴിഞ്ഞ് അതിൻ്റെ തുക അടയ്ക്കാനുള്ള ഓപ്ഷൻ വരുന്നതായിരിക്കും. നോക്കുമ്പോൾ ഇവിടെ നമുക്ക് തുക അടയ്ക്കാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. തുക അടയ്ക്കുക എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ നോർമലി ഓൺലൈൻ സൈറ്റുകളിലെല്ലാം പേയ്മെൻറ്റ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഇതിൽ പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. UPI ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡോ നെറ്റ് ബാങ്കിങ്ങോ ഏത് വഴി വേണമെങ്കിലും നമുക്കിവിടെ പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ UPI വഴി ചെയ്യുന്നതാണ് കാണിക്കാൻ പോകുന്നത്. പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടാക്സ് റെസിപ്റ്റ് ഇവിടെ കാണിച്ചു തരുന്നതാണ്. ഇതാണ് നമ്മുടെ ഡിജിറ്റൽ സർവേ കഴിഞ്ഞതിന് ശേഷമുള്ള പുതിയ മോഡൽ ടാക്സ് റെസിപ്റ്റ്. ഇതിനുശേഷം നമുക്ക് അടുത്തതായിട്ടുള്ള ഒരു ഓപ്ഷനാണ് പ്രീമ്യൂട്ടേഷൻ റിക്വസ്റ്റ് എന്ന് പറയുന്നത്. നിലവിലുള്ള ലാൻഡ് ട്രാൻസാക്ഷൻ നടത്തുന്നതിന് വേണ്ടി ഒരു പ്രീമ്യൂട്ടേഷൻ സ്കെച്ച് ജനറേറ്റ് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ തണ്ടപ്പേ സർട്ടിഫിക്കറ്റിന് വേണ്ടി അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. ഈ രണ്ട് കാര്യങ്ങളും ഈ പ്രീമ്യൂട്ടേഷൻ റിക്വസ്റ്റ് എന്ന് പറയുന്ന ഈ റിക്വസ്റ്റ് വഴിയാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതിനായി പ്രീമ്യൂട്ടേഷൻ റിക്വസ്റ്റ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം പുതിയ പ്രീമ്യൂട്ടേഷൻ റിക്വസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നമുക്ക് നമ്മുടെ പേരിലുള്ള സ്ഥലങ്ങൾ കാണിച്ചു തരുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ എനിക്കിവിടെ ഒരു സ്ഥലം മുഴുവനായിട്ടോ അല്ലെങ്കിൽ ഭാഗികമായിട്ടോ നമുക്ക് ട്രാൻസാക്ഷൻ നടത്താവുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി നമുക്കിവിടെ സൈഡിൽ സെലക്ട് എന്ന് പറഞ്ഞ ഭാഗത്ത് മുഴുവനായി അല്ലെങ്കിൽ ഭാഗികമായി എന്ന് പറയുന്ന ഓപ്ഷൻസ് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ ഏതാണോ നമുക്ക് വേണ്ടത്, എനിക്ക് മുഴുവനായിട്ടാണ് ഞാൻ എൻ്റെ ട്രാൻസാക്ഷൻ നടത്തുന്നതെന്നുണ്ടെങ്കിൽ മുഴുവനായി എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു, സെലക്ട് ചെയ്യുന്നു. താഴേക്ക് വന്നു കഴിഞ്ഞാൽ അപേക്ഷിക്കുക എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. അല്ല എനിക്ക് ഭാഗികമായാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ എനിക്കിവിടെ ഭാഗികമായി എന്നുള്ളത് സെലക്ട് ചെയ്യാം. ഇവിടെ ടിക്ക് ബട്ടൺ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ താഴേക്ക് വന്നതിന് ശേഷം അപേക്ഷിക്കുക എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഞാനിത് ഒരു സ്ഥലത്തിനാണ് കാണിച്ചത്. എനിക്ക് ഒന്നിലധികം സ്ഥലം ഒരുമിച്ച് വേണം, അതിൻ്റെ ട്രാൻസാക്ഷൻ ഒരുമിച്ച് നടത്താൻ പോവുകയാണ് എന്നുണ്ടെങ്കിൽ ഒന്നിലധികം സ്ഥലങ്ങൾ നമുക്ക് സെലക്ട് ചെയ്യാം. അത് ആ ഒരു സ്ഥലം മുഴുവനായിട്ടാണോ ഭാഗികമായിട്ടാണോ ഏത് തരത്തിൽ വേണമെങ്കിലും നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്തതിന് ശേഷം അപേക്ഷിക്കുക എന്ന് പറയുന്ന ബട്ടൺ കാണാം. അപേക്ഷിക്കുക എന്ന് പറഞ്ഞ ബട്ടൺ ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. അപേക്ഷിക്കുക എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്തപ്പോൾ അടുത്ത പേജിലേക്ക് പോയിട്ടുണ്ട്. ഇവിടെ നമുക്ക് പുതിയതായിട്ടൊരു LTIN നമ്പർ ജനറേറ്റ് ആയത് കാണാം. ഇപ്പോൾ രണ്ട് തരത്തിലാണ് നമുക്ക് LTIN നമ്പറുകൾ വരുന്നത്. ഒന്ന് ട്രാൻസാക്ഷൻ ചെയ്യുന്ന നേരത്തും ഒരു LTIN നമ്പർ ജനറേറ്റ് ആവുന്നുണ്ട്. അല്ല എന്നുണ്ടെങ്കിൽ ഒരു കംപ്ലയിൻറ്റ് കൊടുക്കുന്ന LRM കംപ്ലയിൻറ്റ് കൊടുക്കുന്ന നേരത്തും ഒരു LTIN നമ്പർ നമുക്ക് ജനറേറ്റ് ആവുന്നുണ്ട്. നേരത്തെ LRMൽ പറഞ്ഞ പോലെ തന്നെ കൂടുതൽ കാണുക എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആപ്ലിക്കേഷൻ്റെ സ്റ്റാറ്റസ് എന്താണെന്നുള്ളത് കാണുവാൻ സാധിക്കുന്നതാണ്. ഇതുപോലെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഭൂമികളുടെ ഡീറ്റെയിൽസ് നമുക്കിവിടെ കാണിച്ചു തരുന്നുണ്ട്. ഒരു ഭൂമി ഞാൻ മുഴുവനായിട്ടും മറ്റൊരെണ്ണം ഭാഗികമായിട്ടുമാണ് കൊടുക്കാൻ വെച്ചിരിക്കുന്നത്. ഭൂമിയുടെ വിവരങ്ങൾ നമുക്കിവിടെ കാണിച്ചു തരും. സ്കെച്ച് ലഭ്യമല്ല എന്നുള്ളത് കാണിച്ചു തരുന്നുണ്ട്. തണ്ടപ്പ് സർട്ടിഫിക്കറ്റ് ലഭ്യമായിട്ടില്ല എന്നുള്ളതും കാണിച്ചു തരുന്നുണ്ട്. കാരണം നമ്മൾ അതിന് വേണ്ടി റിക്വസ്റ്റ് ചെയ്തിട്ടില്ല, ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. ഇതിനുശേഷം ഞാൻ വാങ്ങുന്ന വ്യക്തിയുടെ വിവരങ്ങൾ ഇവിടെ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ മുഴുവനായിട്ടുള്ളതിൽ 2 പേരെ കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ വാങ്ങുന്ന വ്യക്തികൾ 2 പേരാണെന്നുണ്ടെങ്കിൽ 2 പേരുടെ പേര് കൊടുക്കാം. 3 പേരാണെന്നുണ്ടെങ്കിൽ 3 പേരുടെ പേരുകൾ കൊടുക്കാം. അതുപോലെ തന്നെ ഭാഗികമായിട്ടുള്ളതും ഇതുപോലെ തന്നെ കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ വാങ്ങുന്ന വ്യക്തിയുടെ വിവരങ്ങൾ ചേർക്കാൻ പോവുകയാണ്. വാങ്ങുന്ന വ്യക്തിയുടെ വിവരങ്ങൾ എന്ന് പറഞ്ഞ ഭാഗത്ത് ഞാൻ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ഞാനിവിടെ വാങ്ങുന്ന വ്യക്തികൾ ഓൾറെഡി എൻ്റെ ഭൂമിയിൽ രജിസ്റ്റേർഡ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ മൊബൈൽ നമ്പർ ഞാനിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കും. അത്തരത്തിൽ വാങ്ങുന്ന വ്യക്തിയുടെ മൊബൈൽ നമ്പർ ഇവിടെ എൻ്റർ ചെയ്തു. വിശദാംശങ്ങൾ തിരയുക എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്തപ്പോൾ എനിക്ക് ആ വ്യക്തിയുടെ വിശദാംശങ്ങൾ വന്നിട്ടുണ്ട്. ഇത് എൻ്റെ ഭൂമി യൂസർ ആയതുകൊണ്ടാണ് അവരുടെ ഡീറ്റെയിൽസ് വരുന്നത്. അത് മാത്രമല്ല
ഈ ഒരു യൂസർ അവരുടെ എൻ്റെ ഭൂമി ലോഗിൻ വഴി എനിക്ക് ഇന്ന പാഴ്സൽ എനിക്ക് അവരുടെ പ്രൊഫൈൽ എടുക്കാനുള്ള ഒരു ഓപ്ഷനും കൂടി ഇനേബിൾ ചെയ്ത് തന്നതുകൊണ്ട് മാത്രമാണ് എനിക്ക് അവരുടെ വിവരങ്ങൾ ഇവിടേക്ക് കിട്ടുന്നത്. ഇത്തരത്തിൽ എനിക്ക് ഒരു എൻ്റെ ഭൂമി യൂസർ അല്ല, അല്ലെങ്കിൽ അവരെനിക്ക് പ്രൊഫൈൽ ഷെയർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ വരികയാണെങ്കിൽ നമ്മളിവിടെ മുഴുവൻ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടി വരും. ഞാൻ അതും കാണിച്ചു തരാം. ഇപ്പോൾ ഈ ഒരു യൂസറിന് അവരുടെ വിശദാംശങ്ങളില്ല, എൻ്റെ ഭൂമിയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ വിശദാംശങ്ങൾ തിരയുക എന്ന് പറയുന്ന ഭാഗത്ത് മൊബൈൽ നമ്പർ രജിസ്റ്റർ ചെയ്തിട്ടില്ല, വിവരങ്ങൾ ചേർക്കുക എന്ന് പറഞ്ഞ ബട്ടൺ കാണും. ഞാനിത് ക്ലിക്ക് ചെയ്യുമ്പോൾ വാങ്ങുന്ന വ്യക്തിയുടെ വിവരങ്ങൾ ഇത്രയും ഭാഗം നമ്മൾ എന്ത് ചെയ്യണം, ആദ്യമായിട്ട് ഫിൽ ചെയ്ത് കൊടുക്കേണ്ടി വരും. കാരണം എൻ്റെ ഭൂമി യൂസർ ആണെങ്കിൽ ഇത്രയും ഡീറ്റെയിൽസ് ഓൾറെഡി എൻ്റെ ഭൂമിയിൽ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് നേരിട്ട് ഡാറ്റ കിട്ടുന്നത്. ഈ കേസിൽ നമ്മളെല്ലാം മുഴുവനായിട്ട് ഫിൽ ചെയ്യേണ്ടി വരും. അപ്പോൾ കഴിയുന്നതും എൻ്റെ ഭൂമി യൂസർ ആക്കി വെച്ചതിന് ശേഷം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ യൂസറിന് അവരുടെ ഡീറ്റെയിൽസ് അവിടെ കാണുവാനും സാധിക്കും. അത് കൂടാതെ അവർക്ക് ഇതുപോലെ നമുക്ക് മറ്റു ആളുകൾക്ക് സ്ഥലങ്ങളെ ട്രാൻസാക്ഷൻ ചെയ്യുന്ന നേരത്ത് കുറച്ചും കൂടി എളുപ്പമായിട്ടുള്ള പ്രോസസ്സുകളായി മാറും. അപ്പോൾ ഇത്തരത്തിൽ ഞാനിവിടെ വിശദാംശങ്ങൾ തിരയുന്നു. ഇവിടെ എനിക്ക് പേര് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് ഈ വിൻസെൻ്റ് എന്ന് പറയുന്ന ആൾ അവിടെ നിന്ന് അവരുടെ പ്രൊഫൈൽ എനിക്ക് ഉപയോഗിക്കാൻ വേണ്ടി പെർമിഷൻ തന്നതുകൊണ്ട് മാത്രമാണ് എനിക്കിവിടെ പേര് വന്നത്. അതെങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നമ്മൾ ഏറ്റവും ടോപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഫൈൽ ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ഈ വാങ്ങാൻ പോകുന്ന ആളുടെ പ്രൊഫൈലിൽ എങ്ങനെയാണ് നമുക്ക് പ്രൊഫൈൽ ഷെയർ ചെയ്ത് തരേണ്ടതെന്നാണ്. അപ്പോൾ ഈ വാങ്ങാൻ പോകുന്ന ആൾ അവരുടെ ഈ ഒരു ഐ ബട്ടൺ ക്ലിക്ക് ചെയ്യണം, ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യണം. ഇതിന് താഴെ നമുക്ക് സ്വകാര്യത എന്ന് പറയുന്ന ബട്ടൺ കാണാം. സ്വകാര്യത എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നമുക്ക് പ്രൊഫൈൽ പങ്കിടുക എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഏതാൾക്കാണോ എൻ്റെ വ്യക്തി വിവരങ്ങൾ ഷെയർ ചെയ്യേണ്ടത് ആ ആളുടെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കണം. അപ്പോൾ നേരത്തെ ഫസി എന്ന് പറയുന്ന യൂസറാണ് ഇന്ന സ്ഥലം വിൽക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ വ്യക്തിയുടെ പേര് എന്ന് പറയുന്ന ഭാഗത്ത് ഫസി എന്ന് പറഞ്ഞ് കൊടുക്കണം, പേര് കൊടുക്കണം. അതുപോലെ തന്നെ മൊബൈൽ നമ്പർ എന്ന് പറയുന്ന ഭാഗത്ത് ആ ഫസി എന്ന് പറയുന്ന യൂസർ ഏത് മൊബൈൽ നമ്പറാണോ കൊടുത്തിരിക്കുന്നത് ആ മൊബൈൽ നമ്പർ എൻ്റെ ഭൂമിയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ആ മൊബൈൽ നമ്പർ വേണം ഇവിടെ കൊടുക്കേണ്ടത്. അതിനുശേഷം അനുവാദം നൽകുക എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യണം. ഇത്തരത്തിൽ ഞാൻ ഓൾറെഡി 2 പേർക്ക് അനുവാദം കൊടുത്തിട്ടുണ്ട്. ആ 2 പേരുടെ ഡീറ്റെയിൽസ് ആണ് എനിക്കിവിടെ കാണിച്ചു തരുന്നത്. നമ്മൾ എത്ര പേർക്ക് അനുവാദം കൊടുത്തിട്ടുണ്ടോ അത് മുഴുവൻ ഇവിടെ കാണിച്ചു തരും. നമുക്കത് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ പിൻവലിക്കുക എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് അനുവാദം ഒഴിവാക്കാവുന്നതാണ്. ഞാൻ തിരിച്ചെൻ്റെ വാങ്ങുന്ന വ്യക്തികളുടെ വിവരങ്ങൾ ചേർക്കുക എന്ന് പറഞ്ഞ ഭാഗത്തേക്ക് വരുന്നു. ഇവിടെ ഞാൻ വാങ്ങുന്ന വ്യക്തിയുടെ വിവരങ്ങൾ ചേർക്കുകയാണ്. മൊബൈൽ നമ്പർ എൻ്റർ ചെയ്തു, വിശദാംശങ്ങൾ തിരഞ്ഞു. ഈ വ്യക്തി എനിക്ക് പ്രൊഫൈൽ ഷെയർ ചെയ്തതുകൊണ്ട് അവരുടെ ഡീറ്റെയിൽസ് എനിക്ക് ഇവിടെ വന്നു. ഞാൻ വാങ്ങുന്ന ആളെ ചേർക്കുക എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഇതുപോലെ തന്നെ എനിക്ക് ഒരു കക്ഷിയും കൂടി ആഡ് ചെയ്യേണ്ടതുണ്ട്. സോ എനിക്ക് അടുത്ത പാഴ്സൽ വാങ്ങുന്നതിന് വേണ്ടി മറ്റൊരാളും കൂടി ആഡ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ മറ്റൊരാളുടെ ഡീറ്റെയിൽസും കൂടെ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കും. വിശദാംശങ്ങൾ തിരയുന്നു. അതുപോലെ തന്നെ ആളുടെ പേര് വന്നിട്ടുണ്ട്. വാങ്ങുന്നയാളെ ചേർക്കുക എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഞാൻ വാങ്ങുന്ന ആളുടെ ഡീറ്റെയിൽസും ഇവിടെ ആഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിനുശേഷം ഇനി ഒരു പുതിയ ഷെഡ്യൂൾ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്ന ബട്ടൺ കാണാം. അവിടെ ഞാൻ പുതിയ ഷെഡ്യൂൾ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഇതിനുശേഷം ഏത് പാഴ്സൽ ആർക്കൊക്കെയാണ് കൊടുക്കേണ്ടത് എന്നുള്ളതാണ് ഞാൻ ഇവിടെ കൊടുക്കാൻ പോകുന്നത്, എൻ്റർ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഞാൻ ആദ്യത്തെ പാഴ്സൽ എടുത്തു. ആദ്യത്തെ പാഴ്സൽ ഇത് ഹോൾ ട്രാൻസാക്ഷൻ ആയിട്ടുള്ള പാഴ്സലാണ്. ആ പാഴ്സലിന് ഞാൻ ആർക്കാണോ കൊടുക്കേണ്ടത് എന്നുള്ളത് ഞാനിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം ഷെഡ്യൂൾ ഞാനിപ്പോൾ ആദ്യത്തെ ഹോൾ ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് വിൻസെൻ്റ് എന്ന് പറഞ്ഞ ആൾക്ക് മാത്രമായിട്ട് കൊടുക്കുന്നു. ഷെഡ്യൂൾ തയ്യാറാക്കുക എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്തു. ഇനി അടുത്ത പാഴ്സൽ ആർക്ക് കൊടുക്കണം, അടുത്ത സ്ഥലം ആർക്കാണ് വിൽക്കാൻ പോകുന്നത് എന്നുള്ളത് വീണ്ടും ഞാൻ ഷെഡ്യൂൾ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അടുത്ത സ്ഥലം ഞാൻ സെലക്ട് ചെയ്യുന്നു. ഇത് സെലക്ട് ചെയ്തപ്പോൾ എനിക്കിവിടെ ഓൾറെഡി ഉള്ള ഏരിയ കാണിച്ചു തരുന്നുണ്ട്. ഇതിൽ എത്ര ഏരിയയാണ് ഞാനിവിടെ ട്രാൻസാക്ഷൻ നടത്താൻ പോകുന്നത് എന്നുള്ളത് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ എൻ്റെ അവൈലബിൾ ഏരിയ എന്ന് പറയുന്നത് 938 സ്ക്വയർ മീറ്റർ ആണ്. സോ ഞാൻ അതിൽ 500 സ്ക്വയർ മീറ്റർ ആണ് വിൽക്കാൻ പോകുന്നത്. അപ്പോൾ 500 സ്ക്വയർ മീറ്റർ കൊടുത്തു. ഈ 500 സ്ക്വയർ മീറ്റർ ഞാൻ 2 പേർക്കായിട്ടാണ് വിൽക്കുന്നത്. അതായത് 2 പേരുടെയും ഉടമസ്ഥതയിൽ വരാൻ വേണ്ടിയാണ്. സോ ഞാൻ 2 പേരെയും ഇവിടെ എനിക്ക് സെലക്ട് ചെയ്യാം. ഇതിനൊക്കെയുള്ള ഓപ്ഷനുകൾ ഉണ്ടെന്നുള്ളത് കാണിച്ചു തരികയാണ്. സെലക്ട് ചെയ്തു. അതിനുശേഷം ഷെഡ്യൂൾ തയ്യാറാക്കുക എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഇത്തരത്തിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം നമുക്ക് തണ്ടപ്പേ സർട്ടിഫിക്കറ്റ് വിവരങ്ങൾ ചേർത്തുള്ള ഡിജിറ്റൽ പ്രീമ്യൂട്ടേഷൻ സ്കെച്ചിനായി അപേക്ഷിക്കുക എന്ന് പറഞ്ഞ ബട്ടൺ കാണാം. ഞാൻ ഇതിൽ ക്ലിക്ക് ചെയ്യുന്നു. തുടരുക എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു.
അതിനുശേഷം ഇവിടേക്ക് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ പേയ്മെൻറ്റ് റിക്വസ്റ്റ് ഈസ് സബ്മിറ്റഡ് ഫോർ അപ്രൂവൽ എന്ന് പറഞ്ഞ് എനിക്കുള്ള മെസ്സേജ് വന്നിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പാഴ്സലുകളും ഇതിനു മുമ്പ് OTC ചെയ്തിട്ടില്ലായിരുന്നു. ഒരു തവണ OTC ചെയ്താണെന്നുണ്ടെങ്കിൽ പിന്നെ ഈ മെസ്സേജ് ആയിരിക്കില്ല വരുന്നത്, നേരിട്ട് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാനുള്ള മെസ്സേജ് ആയിരിക്കും വരുന്നത്. അപ്പം ഞാൻ ഇതിൻ്റെ കൂടെ പേയ്മെൻറ്റ് ഒന്ന് അപ്രൂവൽ ചെയ്യുകയാണ്. ഇപ്പോൾ എനിക്ക് തുക അടയ്ക്കുക എന്ന് പറഞ്ഞ ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഞാൻ തുക അടയ്ക്കുക എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ നോർമലി എങ്ങനെയാണോ ടാക്സ് ഒക്കെ പേ ചെയ്ത നേരത്ത് പേയ്മെൻറ്റ് ചെയ്തത് അതുപോലെ തന്നെ നമുക്കിവിടെ പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കുള്ള റെസിപ്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കുന്നു. വീണ്ടും തിരിച്ചെൻ്റെ ആ ഒരു റിക്വസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പണം അടച്ച റെസിപ്റ്റ് കാണിച്ചു തരും. അതുപോലെ തന്നെ തണ്ട് പേ സർട്ടിഫിക്കറ്റ് കാണുക, അതുപോലെ തന്നെ സ്കെച്ച് കാണുക എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ സ്കെച്ചും തണ്ട് പേ സർട്ടിഫിക്കറ്റും കാണുന്നുണ്ടായിരിക്കില്ല. കാരണം തണ്ട് പേ സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസർ അപ്രൂവ് ചെയ്താലായിരിക്കും നമുക്കിവിടെ വരുന്നത്. അതുപോലെ തന്നെ സ്കെച്ച് സർവേയർ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാലായിരിക്കും വരുന്നത്. ഇവിടെ 2 കേസ് ഉണ്ട്, മുഴുവനായി അതുപോലെ തന്നെ ഭാഗികമായി എന്നുള്ള പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഭാഗികമായിട്ടുള്ളതിലായിരിക്കും സർവേയർ ഒരു സ്കെച്ച് പ്രിപ്പയർ ചെയ്തുകൊണ്ട് ഇവിടേക്ക് വരുന്നത്. മുഴുവനായിട്ടുള്ള കേസിൽ എപ്പോഴാണോ വില്ലേജ് ഓഫീസർ അവരുടെ തണ്ടപ്പേർ സർട്ടിഫിക്കേഷൻ അപ്രൂവ് ചെയ്യുന്നത് ആ ഒരു നേരത്ത് തന്നെ നമുക്കിവിടെ മുഴുവനായിട്ടുള്ള പാഴ്സലുകളാണെങ്കിൽ അതിൻ്റെ സ്കെച്ച് കൂടെ വരുന്നതായിരിക്കും. തണ്ടപ്പേർ സർട്ടിഫിക്കറ്റ് അപ്രൂവ് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും സ്കെച്ച് ഇവിടേക്ക് വരുന്നത്. ഈ കേസിൽ നമുക്ക് സർവേയുടെ മറ്റു പ്രോസസ്സുകളൊന്നുമില്ല, നേരിട്ട് തന്നെ നമുക്ക് സ്കെച്ച് അവൈലബിൾ ആയിരിക്കും. നമ്മുടെ വില്ലേജ് ഓഫീസർ തണ്ടപ്പേർ സർട്ടിഫിക്കറ്റ് അപ്രൂവ് ചെയ്തിട്ടുണ്ട്. സോ നമുക്കിവിടെ തണ്ടപ്പേർ സർട്ടിഫിക്കറ്റ് കാണുക എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ തണ്ടപ്പേർ സർട്ടിഫിക്കറ്റ് നമുക്കിവിടെ വരുന്നതായിട്ട് കാണിച്ചു തരും. അതുപോലെ തന്നെ 2 പാഴ്സലിൻ്റെ തണ്ടപ്പേർ സർട്ടിഫിക്കറ്റ് നമുക്കിവിടെ വരുന്നതാണ്. അതുപോലെ സർവേയർ ഈ ഒരു ഇതിൻ്റെ പ്രീമെഡിറ്റേഷൻ സ്കെച്ചും കൂടെ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്കെച്ച് കാണുക എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ തണ്ടപ്പേർ സർട്ടിഫിക്കറ്റോട് കൂടിയുള്ള ഒരു പ്രീമെഡിറ്റേഷൻ സ്കെച്ച് നമുക്ക് കാണിച്ചു തരുന്നതാണ്. അപ്പം ഇത്രയാണ് നമുക്ക് പ്രീമെഡിറ്റേഷൻ സ്കെച്ചുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത്. ഞാൻ മറ്റൊരു ട്രാൻസാക്ഷനും കൂടെ മുഴുവനായിട്ടൊന്ന് ജസ്റ്റ് കാണിച്ചു തരികയാണ് സ്പീഡായിട്ട്. ഇവിടെ ഇപ്പോൾ എൻ്റെ തണ്ടപ്പേർ സർട്ടിഫിക്കറ്റ് വന്നിട്ടുണ്ട്. ഇത് ഞാനൊരു പുതിയ ട്രാൻസാക്ഷൻ കൂടി എടുത്തതാണ്. അതിൽ മുഴുവനായിട്ട് മാത്രമായിട്ട് ഒരു ട്രാൻസാക്ഷൻ വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഞാൻ അവിടെ തണ്ടപ്പേർ സർട്ടിഫിക്കറ്റ് അപ്രൂവ് ചെയ്തതിന് ശേഷം വില്ലേജ് ഓഫീസർ തണ്ടപ്പേർ സർട്ടിഫിക്കറ്റ് അപ്രൂവ് ചെയ്തുകൊണ്ട് ഇവിടെ കക്ഷിയുടെ പോർട്ടലിൽ തണ്ടപ്പേർ സർട്ടിഫിക്കറ്റ് കാണിച്ചു തരുന്നത്. അതുപോലെ തന്നെ സ്കെച്ച് കാണുക എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ തണ്ടപ്പേർ സർട്ടിഫിക്കറ്റ് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ള പ്രീമെഡിറ്റേഷൻ സ്കെച്ച് നമുക്കിവിടെ കാണിച്ചു തരുന്നതാണ്. അപ്പോൾ ഇത് മുഴുവനായിട്ടുള്ള പാഴ്സൽ ആയതുകൊണ്ട് സർവേയറുടെ കയ്യിൽ നിന്നും സ്കെച്ച് വരാൻ വേണ്ടിയുള്ള കാലതാമസമില്ല. ഓൾറെഡി നമ്മുടെ എൻ്റെ ഭൂമി പോർട്ടലിൽ സ്കെച്ച് ഉള്ളത് കൊണ്ട് തന്നെ തണ്ടപ്പേർ സർട്ടിഫിക്കറ്റിൻ്റെ കൂടെ തന്നെ സ്കെച്ച് വരുന്നതാണ്. നമ്മൾ ആദ്യം എടുത്ത കേസിൽ നമുക്ക് 2 ട്രാൻസാക്ഷൻ ഉണ്ട്, മുഴുവനായിട്ടും പാർഷ്യലായിട്ടുള്ള ട്രാൻസാക്ഷൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പാർഷ്യലായിട്ടുള്ള ട്രാൻസാക്ഷനും കൂടെ കംപ്ലീറ്റ് ആവുന്നതോട് കൂടിയായിരിക്കും ആ 2 പ്രീമെഡിറ്റേഷൻ സ്കെച്ചും കൂടെ നമുക്ക് എൻ്റെ ഭൂമി പോർട്ടലിലേക്ക് വരുന്നത്. അതുകൊണ്ടാണ് ഞാനിവിടെ സിംഗിൾ ആയിട്ടുള്ള ഒരു പാഴ്സലും കൂടെ ഒരു പ്രീമെഡിറ്റേഷൻ സ്കെച്ചിൻ്റെ ഉള്ള റിക്വസ്റ്റ് കൂടെ ചെയ്ത് കാണിച്ചു തന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് പ്രീമെഡിറ്റേഷൻ സ്കെച്ചിൻ്റെ പ്രോസസ്സുകൾ കാണാനുള്ളത്.